മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന തീരദേശ കേന്ദ്രമായ ബേരിക്കയിലെ IT സെന്റർ നാശത്തിലേക്ക് നടന്നെടുക്കുന്നു. ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയും ശക്തമാണ്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ബേരിക്കയിലെ മത്സ്യത്തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി അന്നത്തെ സർക്കാർ ഇവിടെയൊരു IT സെന്റർ അനുവദിച്ചത്. മത്സ്യവകുപ്പ് മുഖാന്തരം തുക വിനിയോഗിച്ച് കെട്ടിടത്തിന്റെ പണിയും പൂർത്തീകരിച്ചു. മന്ത്രി S. ശർമ്മ ഇതിന്റെ ഉദ്ഘാടനം നടത്തി. തുടർന്ന് വിവിധ ആവശ്യങ്ങൾക്കായി ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ഈ കെട്ടിടം ഉപയോഗിച്ചു വന്നിരുന്നു. ഇടക്കാലത്ത് തീരദേശ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനവും താൽക്കാലികമായി ഈ കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലും തീരദേശ ജനതയ്ക്ക് പ്രയോജനപ്പെട്ടിരുന്ന ഈ IT സെന്ററാണ് ഇപ്പോൾ അനുദിനം നാശത്തിലേക്ക് നടന്നെടുക്കുന്നത്. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ട് കാലങ്ങളായി. മാത്രമല്ല കെട്ടിടത്തിൻ്റെ ജനാലകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമെല്ലാം നശിച്ചു. നിരവധി തവണ ഇക്കാര്യങ്ങളെല്ലാം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും യാതൊരുവിധ പരിഗണനയോ നടപടിയോ ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. IT സെന്റർ ബേരിക്കയിൽ 2009 ശർമ്മ ഉദ്ഘാടനം ചെയ്തതാണ്. അത് 2000 കോസ്റ്റൽ പൂരം പദ്ധതിയിൽ. അതിനുശേഷം ഇവിടെ അതിൻ്റെ ഒരു മെയിൻ്റനൻസ് ഇത്ര വർഷമായി മെയിൻ്റനൻസ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഗ്ലാസ് എല്ലാം പൊട്ടിക്കുന്ന കറണ്ട് ഇല്ല, പിന്നെ ഒന്നുമില്ല. ടൈൽസ് ഇതായി അതിന് എത്ര പേര് ഫണ്ട് വെച്ചിട്ട് പിന്നെ വാളിന് നല്ലൊരു ഇത് ഉപയോഗമാക്കണമെന്നും ഈ പഞ്ചായത്ത് ഗവൺമെൻറ്റിനോട് അധികാരികളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ ഞങ്ങളെ ബേരിക്ക മത്സ്യത്തൊഴിലാളികളുടെ വകയായിട്ട് ഞാൻ. ഇനിയെങ്കിലും ഉത്തരവാദപ്പെട്ടവർ ഉറക്കം വെടിഞ്ഞ് ഈ കെട്ടിടത്തെ സംരക്ഷിച്ചു നിർത്താൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നതാണ് ഇപ്പോൾ ബേരിക്ക നിവാസികളും അതോടൊപ്പം തന്നെ അഭ്യുദയകാംക്ഷികളുമെല്ലാം അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.